എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കേരളത്തിലെ സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ തിരിച്ചടി നേരിട്ട പിന്നാലെ സ്വർണ്ണ വിപണിയിൽ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യാന്തര സ്വർണ്ണവിലയും കേരളത്തിലെ സ്വർണ്ണവിലയും കുറഞ്ഞിരിക്കുകയാണ്. ട്രംപിൻ്റെ അടുത്ത നീക്കം എന്താകുമെന്ന് നിരീക്ഷിക്കുകയാണ് വിപണി. US ഫെഡറൽ വ്യാപാര കോടതിയുടെ വിധിക്കെതിരെ US ഭരണകൂടം സുപ്രീം കോടതി സമീപിക്കുന്നതാണ്. വിവിധ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഇറക്കുമതി ചുങ്കം അധികമായിട്ട് ചുമത്തിയിരുന്നു. US കോൺഗ്രസിൻ്റെ പരിധിയിൽ വരുന്ന നടപടി US പ്രസിഡന്റ് ഏറ്റെടുത്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് കോടതിയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അധിക ചുങ്കം കുറയ്ക്കണം എന്ന് വിവിധ രാജ്യങ്ങൾ അമേരിക്കയുമായി ചർച്ച നടത്തി വരികയാണ്. ഇതിന് പിന്നാലെയാണ് വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഓഹരി വിപണികളെല്ലാം ഇന്ന് വൻ നേട്ടത്തിലാണ്. വിപണിക്ക് പുത്തൻ പ്രതീക്ഷ വന്ന പോലെയാണ് പ്രതികരണം. ഡോളർ സൂചികയും ഉയരുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷം ഡോളർ സൂചിക 100 കടന്നു. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില 3288 നിന്ന് 3260 കുറഞ്ഞിരിക്കുകയാണ്. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ നേരിയ മാറ്റം നിലവിലിപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിലെ കേരളത്തിലെ സ്വർണ്ണവില പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് 1 പവൻ സ്വർണത്തിന് 71,160 രൂപയാണ് നിലവിലെ വില. 320 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഗ്രാമിന് 40 രൂപ താഴ്ന്ന് 8,895 രൂപയിൽ എത്തിയിരിക്കുകയാണ്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 7,290 രൂപയായി. വെള്ളിയുടെ വില ഗ്രാമിന് 1 രൂപ കുറഞ്ഞ് 109 എന്ന നിരക്കിലെത്തി. നിലവിലെ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയാവുന്നതാണ്. ഇന്നേ ദിവസം രാവിലെ സ്വർണ്ണവില കൂടുകയും ഉച്ചയ്ക്ക് ശേഷം കുറയുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷമാണ് നിലവിലിപ്പോൾ വില കുറവ് ഉണ്ടായിരിക്കുന്നത്. സ്വർണം വാങ്ങുവാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നല്ല അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.